100 ന്യൂസിലേക്ക് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. 24 ബിഗ് എക്സ്ക്ലൂസീവ്. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ലഹരി ഉപയോഗിച്ചത് സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ വെച്ച്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TM മജു. ഇരുവരെയും സസ്പെൻഡ് ചെയ്ത് ഡയറക്ടേഴ്സ് യൂണിയൻ. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്ക്. നടന്മാരായ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ബാസിയെയും നാളെ എക്സൈസ് ചോദ്യം ചെയ്യും. നടപടി ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ സുൽത്താനയുമായുള്ള ഇടപാടുകൾ പുറത്തുവന്നതോടെ ബിഗ് ബോസ് താരം ജിൻഡോയും യുവ മോഡൽ സൗമ്യയും ചോദ്യം ചെയ്യലിന് ഹാജരാകണം. അന്വേഷണത്തിന് തയ്യാറെടുത്ത് കേന്ദ്ര ഏജൻസികളും. 24 എക്സ്ക്ലൂസീവ്. ബാങ്കോക്കിൽ നിന്ന് കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നത് മലയാളികളുടെ വൻ സംഘം. 3 മാസത്തിനിടെ പിടികൂടിയത് 50 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ്. കേരളത്തിലേക്ക് എത്തുന്നവയിൽ കഞ്ചാവ് ചേർത്ത മിഠായിയും ഐസ്ക്രീമും. ലഹരി സംഘത്തിന്റെ പ്രവർത്തനം ബാങ്കോക്കിൽ കഞ്ചാവ് നിയമവിധേയമായതിന്റെ മറവിൽ. പഹൽഗാം ഭീകരാക്രമണത്തിൽ ശക്തമായ നടപടിയിലൂടെ നീതി ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. ഓരോ ഇന്ത്യക്കാരന്റെ ഉള്ളിലും പ്രതിഷേധം അലയടിക്കുന്നുവെന്ന് നരേന്ദ്രമോദി. അതിർത്തിയിലെ സാഹചര്യം വിലയിരുത്താൻ ഡൽഹിയിൽ തിരക്കിട്ട ചർച്ചകൾ. പ്രതിരോധ മന്ത്രിയെ കണ്ട് സംയുക്ത സൈനിക മേധാവി. ബന്ദിപ്പോരയിൽ ഭീകരരുടെ വീടുകൾ തകർത്തു. പാക് പൗരന്മാർ ഇന്ത്യ വിടാനുള്ള കാലാവധി അവസാനിക്കുന്നു. 537 പാക് പൗരന്മാർ ഇന്ത്യ വിട്ടെന്ന് കണക്ക്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് പിന്തുണയുമായി ചൈന. പാകിസ്ഥാന്റെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ സഹായിക്കുമെന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി. നിഷ്പക്ഷ അന്വേഷണത്തെ പിന്തുണയ്ക്കുമെന്നും ചൈന. ഭീകരാക്രമണത്തിന്റെ മുഖ്യ തെളിവായി പ്രാദേശിക വീഡിയോഗ്രാഫർ പകർത്തിയ ദൃശ്യങ്ങൾ. വീഡിയോഗ്രാഫറിൽ നിന്നും മൊഴിയെടുത്ത് NIA. പാഠപുസ്തകങ്ങളിൽ നിന്ന് ചരിത്രഭാഗങ്ങൾ വീണ്ടും നീക്കി NCERT. 7ാം ക്ലാസ് സാമൂഹിക പാഠപുസ്തകത്തിൽ നിന്ന് മുഗൾ രാജാക്കന്മാരെ കുറിച്ചുള്ള അധ്യായം ഒഴിവാക്കി. പകരം പുരാതന ഇന്ത്യൻ രാജവംശങ്ങളെക്കുറിച്ചുള്ള അധ്യായങ്ങൾ ചേർത്തു. ഡൽഹിയിലെ മുസ്ലിം ഭരണാധികാരികളെക്കുറിച്ചുള്ള പാഠഭാഗവും വെട്ടിമാറ്റി. സംസ്ഥാനത്ത് കാട്ടാനാക്രമണത്തിൽ 1 ജീവൻ കൂടി പൊലിഞ്ഞു. മരിച്ചത് അട്ടപ്പാടി സ്വർണ്ണഗദ്ദ മേഖലയിലെ കാളി. കാട്ടാൻ ആക്രമിച്ചത് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയപ്പോൾ. നെഞ്ചിലും കൈകാലുകളിലും ഗുരുതര പരിക്ക്. നിർഭാഗ്യകരമായ സംഭവമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടിയിൽ 2 അഭിപ്രായമുണ്ടെന്ന് SDPI സംസ്ഥാന അധ്യക്ഷൻ CPA ലത്തീഫ്. മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. PV അൻവർ ഫാക്ടർ നിലമ്പൂരിലില്ല എന്നും CPA ലത്തീഫ് 24നോട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. മുഖ്യമന്ത്രിയുടെ അത്താഴ വിരുന്നിൽ നിന്ന് പിന്മാറി ഗവർണർമാർ. പങ്കെടുക്കാൻ കഴിയില്ലെന്നറിയിച്ചത് കേരള, ഗോവ, ബംഗാൾ ഗവർണർമാർ. ക്ലിഫ് ഹൌസിലെ ഡിന്നറിൽ പങ്കെടുത്താൽ തെറ്റായ വ്യാഖ്യാനങ്ങൾക്കിടയാക്കുമെന്ന് വിലയിരുത്തൽ. സർക്കാരിന്റെ വാർഷികാഘോഷത്തിനെതിരെ വീണ്ടും പ്രതിപക്ഷം. ശമ്പളം കൊടുക്കാൻ പണമില്ലാത്ത സർക്കാരിന്റേത് ധൂർത്തെന്ന് VD സതീശൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവകുടീരം പൊതുജനങ്ങൾക്ക് സന്ദർശിക്കാം. 9 ദിവസത്തെ ദുഃഖാചരണത്തിന് തുടക്കം. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കത്തോലിക്ക സഭ. 15 ദിവസത്തിനുള്ളിൽ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള പേപ്പൽ കോൺക്ലേവ് ചേരും. കേരളം നക്സൽ മുക്തമെന്ന് കേന്ദ്ര സർക്കാർ. പാലക്കാട്, വയനാട്, മലപ്പുറം ജില്ലകളെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. കേന്ദ്ര നടപടി. നക്സൽ പ്രവർത്തനം സജീവമല്ല എന്ന റിപ്പോർട്ടിനെ തുടർന്ന് നക്സൽ പ്രതിരോധത്തിന് ഇനി കേന്ദ്ര സഹായമുണ്ടാകില്ല. കോഴിക്കോട് അതിക്രൂര കൊലപാതകം. മായനാട് സ്വദേശി സൂരജിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി. കസ്റ്റഡിയിലുള്ള പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ കേസ്. 20ഓളം പേർ ചേർന്നാണ് സൂരജിനെ മർദ്ദിച്ചതെന്ന് ദൃക്സാക്ഷികൾ. ആക്രമണം കോളേജിലുണ്ടായ നിസ്സാര തർക്കത്തിന്റെ തുടർച്ച. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് PK ശ്രീമതിയെ പിണറായി വിജയൻ വിലക്കിയെന്ന വാർത്ത തള്ളി CPIM. വിലക്കുണ്ടെങ്കിൽ പറയേണ്ടത് CPIM ജനറൽ സെക്രട്ടറി എന്ന് MV ഗോവിന്ദൻ. പങ്കെടുക്കേണ്ട യോഗത്തിൽ PK ശ്രീമതി പങ്കെടുക്കുമെന്ന് MA ബേബി. വിലക്ക് വാർത്ത അടിസ്ഥാനരഹിതമെന്ന് PK ശ്രീമതി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിന്റെ രാജി ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷം. രാജി ചോദിക്കാൻ മുഖ്യമന്ത്രിക്ക് ഭയമെന്ന് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമല്ല എന്നും പ്രതിപക്ഷ നേതാവ്. വീണയെയും KM എബ്രഹാമിനെയും പിന്തുണച്ച് MV ഗോവിന്ദൻ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും രക്ഷയില്ല. സ്ത്രീ സൗഹൃദം പേരിനു മാത്രം. മെഡിക്കൽ കോളേജിൽ 1 മാസത്തിനിടെ ലൈംഗിക അതിക്രമങ്ങളിൽ സസ്പെൻഡ് ചെയ്തത് 2 ജീവനക്കാരെ. 24 എക്സ്ക്ലൂസീവ്. ട്രഷറി അക്കൗണ്ടിൽ വാട്ടർ അതോറിറ്റി നിക്ഷേപിച്ച 770 കോടി രൂപ കാണാനില്ല. ശമ്പളത്തിനും ആനുകൂല്യത്തിനും പണം തികയാത്തതോടെ നിക്ഷേപിച്ച തുക തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി MD.
കഴിഞ്ഞ വർഷം വാട്ടർ അതോറിറ്റി ട്രഷറിയിൽ പണം നിക്ഷേപിച്ചത് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം റീൽസായി ചിത്രീകരിച്ചു എന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരായ പരാതിയിൽ നാളെ മൊഴിയെടുക്കും. നാളെ രേഖപ്പെടുത്തുക പരാതി നൽകിയ കോൺഗ്രസ് നേതാവ് VR അനൂപിന്റെ മൊഴി. മൂവാറ്റുപുഴയിൽ വൻ കഞ്ചാവ് വേട്ട. 30 കിലോയോളം കഞ്ചാവുമായി യുവതി ഉൾപ്പെടെ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ മൂർഷിദാബാദ് ഗോഷ്പാറ സ്വദേശി സുഹേൽ റാണ മണ്ഡൽ, മൂർഷിദാബാദ് ജലങ്കി സ്വദേശികളായ അലൻഗിൽ ഷെയ്ഖ്, ഹസീന ഖാട്ടൂൺ എന്നിവരെയാണ് പിടികൂടിയത്. മലയാള സിനിമയിലെ നഷ്ടക്കണക്കുമായി നിർമ്മാതാക്കൾ. മാർച്ച് മാസം പുറത്തിറങ്ങിയ 15 സിനിമകളിൽ ഭൂരിഭാഗവും നഷ്ടത്തിലെന്ന് നിർമ്മാതാക്കൾ. ലാഭം നേടിയത് എമ്പുരാൻ മാത്രമെന്നും കണക്ക്. തിയേറ്റർ ഷെയറും ബജറ്റ് വിവരങ്ങളും പുറത്തുവിട്ട് നിർമ്മാതാക്കളുടെ സംഘടന. കോട്ടയം പാലാ വള്ളിച്ചിറയിൽ വയോധികൻ കുത്തേറ്റു മരിച്ചു. കൊല്ലപ്പെട്ടത് വള്ളിച്ചിറ സ്വദേശി PJ ബേബി. ആക്രമിച്ചത് സുഹൃത്ത് പീലിപ്പോസ്. സംഭവത്തിനു ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിടികൂടി. കേരളത്തിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 4 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവിധ ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. ഇടുക്കി ഉപ്പുതറയിൽ അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഭാര്യയെ ഉപേക്ഷിച്ച് ഭർത്താവ് കടന്നുകളഞ്ഞു. ഗുരുതരമായി പരിക്കേറ്റ യുവതി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. കടന്നുകളഞ്ഞത് ആലടി സ്വദേശിയായ സുരേഷ്. വാഹനാപകടം മനഃപൂർവ്വം ഉണ്ടാക്കിയതെന്ന് സംശയം. കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരിൽ നിന്ന് ഫോണുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടികൂടി. തടവുകാരായ രഞ്ജിത്ത്, അഖിൽ, ഇബ്രാഹിം ബാദുഷ എന്നിവർക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. മൊബൈൽ ഫോൺ, എയർപോഡ്, USB കേബിൾ, സിം എന്നിവയാണ് കണ്ടെത്തിയത്. കണ്ണൂർ സർവകലാശാലയിൽ പരീക്ഷകൾ മുടങ്ങിയത് സാങ്കേതിക പ്രശ്നത്തെ തുടർന്നെന്ന് രജിസ്ട്രാർ. സോഫ്റ്റ്വെയറിലൂടെ തയ്യാറായ ചോദ്യപേപ്പറുകളിൽ ചിലതിൽ എറർ കണ്ടെത്തി. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന നടപടിക്രമങ്ങൾക്കായി കൂടുതൽ ജീവനക്കാരെ നിയമിക്കുമെന്നും രജിസ്ട്രാർ ഡോക്ടർ ജോബി കെ ജോസ് 24നോട്. കാലടി സർവകലാശാലയിലെ ഫ്ലക്സ് വിവാദത്തിൽ വിവരങ്ങൾ തേടി കേന്ദ്ര ഇന്റലിജൻസ്. പ്രധാനമന്ത്രിക്കെതിരെ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച സംഭവത്തിലാണ് അന്വേഷണം. സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസും. കൊല്ലം പുനലൂരിൽ വീണ്ടും കള്ളപ്പണ വേട്ട. ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 35 ലക്ഷം രൂപയുമായി 2 തമിഴ്നാട് സ്വദേശികൾ പിടിയിൽ. പുനലൂർ റെയിൽവേ പോലീസിന്റെ പിടിയിലായത് കടയനെല്ലൂർ സ്വദേശി അബ്ദുൾ അസീസ്, ബാലാജി എന്നിവർ. 2 മാസത്തിനിടെ പുനലൂർ റെയിൽവേ പോലീസ് പിടികൂടിയത് 12 കോടിയിലേറെ രൂപ. ഗുജറാത്തിൽ ടയർ പൊട്ടിത്തെറിച്ച് മലയാളി മരിച്ചു. കോഴിക്കോട് പേരാമ്പ്ര കടിയങ്ങാട് സ്വദേശി കോവുമ്മൽ സുരേഷാണ് മരിച്ചത്. ടയറിൽ കാറ്റ് നിറയ്ക്കുമ്പോൾ പൊട്ടിത്തെറിച്ചാണ് അപകടം. തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ മന്ത്രിസഭയിൽ അഴിച്ചുപണി. മന്ത്രി സെന്തിൽ ബാലാജിയും K പൊന്മുടിയും പുറത്ത്. അഴിമതി കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതോടെയാണ് സെന്തിൽ ബാലാജിയുടെ രാജി. ലൈംഗിക തൊഴിലാളികളെയും ഹൈന്ദവ ദൈവങ്ങളെയും അപമാനിച്ചുള്ള പരാമർശം K പൊന്മുടിക്ക് തിരിച്ചടിയായി. തിരുവനന്തപുരത്ത് കോളറ ബാധിച്ച് 63കാരൻ മരിച്ചു. കവടിയാർ സ്വദേശിയാണ് മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്നു. ഒരാഴ്ച മുമ്പാണ് മരണം. കേരളത്തിലെ പ്രധാന വാർത്തകൾ. പത്തനംതിട്ട നന്നുവക്കാട് വാൻ ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറിയ അപകടം. 2 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ടത് മലയാറ്റൂർ പള്ളിയിൽ നിന്ന് മടങ്ങിയവർ. വീട്ടിൽ കഞ്ചാവ് കൃഷി നടത്തിയ ഇതര സംസ്ഥാന തൊഴിലാളി എക്സൈസ് പിടികൂടി. പെരുമ്പാവൂർ മാറമ്പിള്ളിയിൽ താമസിക്കുന്ന ബംഗാൾ സ്വദേശി നന്ദു മൊണ്ടാൽ അറസ്റ്റിൽ. വീട്ടുവരാന്തയിൽ നിന്ന് 31 സെന്റിമീറ്റർ വലിപ്പമുള്ള കഞ്ചാവ് ചെടിയും പിടികൂടി. കൊച്ചി വാട്ടർ മെട്രോ 3ാം വർഷത്തിലേക്ക്. 2 വർഷം കൊണ്ട് 40 ലക്ഷം യാത്രക്കാരെ സ്വന്തമാക്കി കുതിപ്പ് തുടരുന്നു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കും. കോഴിക്കോട് കൊടുവള്ളി വെണ്ണക്കാട് വിവാഹ സംഘത്തിന്റെ ബസ്സിന് നേരെ ആക്രമണം. ബസ്സിന് നേരെ പന്നിപ്പടക്കമെറിഞ്ഞു. 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. എറണാകുളം കാലടിയിൽ തൊഴിലാളികൾക്ക് നേരെ കടന്നൽ ആക്രമണം. വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ കയറിയ തൊഴിലാളികൾക്കാണ് കടന്നൽ കുത്തേറ്റത്. കോഴിക്കോട് ലഹരിക്കേസിൽ 5 മാസം ജയിലിൽ കഴിഞ്ഞ കണ്ണൂർ കാസർഗോഡ് സ്വദേശികൾ ജയിൽ മോചിതർ. നടപടി ഇവരിൽ നിന്ന് കണ്ടെത്തിയത് MDMA അല്ല എന്ന പരിശോധനയിൽ തെളിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ നവംബർ 26-നാണ് ഇരുവരെയും നടക്കാവ് പോലീസ് പിടികൂടിയത്. കാസർഗോഡ് ബസ്സുകൾ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. കാസർഗോഡ് മധൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സും ടൂറിസ്റ്റ് ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ഓസ്ട്രേലിയയിലെ ആദ്യ ഇന്ത്യൻ വംശജ മന്ത്രി ജിൻസൺ ആന്റോ ചാൾസിന് സ്വീകരണമൊരുക്കാൻ ഗോൾഡ് കോസ്റ്റിലെ മെൻ ഇൻ ഗോൾഡ് കോസ്റ്റ് ഫാമിലി കൂട്ടായ്മ. പരിപാടിയിൽ ഓസ്ട്രേലിയൻ മലയാളി മ്യൂസിക് ബാൻഡായ മൾബറീസിന്റെ സംഗീത വിരുന്നും ഉണ്ടാകും. പരിപാടി മെയ് 23-ന് അപ്പർ കുമരവൽ ഹാളിൽ.
മാതാപിതാക്കളും കുട്ടികളും പങ്കെടുത്ത കേരളത്തിലെ ആദ്യത്തെ സൈബർ സെക്യൂരിറ്റി ഫോറൻസിക് സയൻസ് സ്പൈ കിഡ്സ് ക്യാമ്പ് കൊച്ചിയിൽ നടന്നു. വെത്തനിക്സ് അക്കാദമി സംഘാടകരായി എളമക്കര SHO KB ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വെത്തനിക് CEO R വെങ്കടേഷ്, ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഓഷിൻ B എബ്രഹാം, ആർദ്ര ബെന്നി, അഭിഷേക് എസ് അഭിജിത്ത്, ധനലക്ഷ്മി, എക്സൈസ് ഉദ്യോഗസ്ഥ ധന്യ KJ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ലഹരിക്കെതിരായ സന്ദേശമുയർത്തിക്കൊണ്ട് മെയ് 9, 10, 11 തീയതികളിൽ സോഫ്റ്റ് ബോൾ ഫ്ലഡ് ലൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റുമായി VPS ലേക്ക് ഷോർ ആശുപത്രി. മരട് കുഫോസ് ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരങ്ങളിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും മറ്റ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും പങ്കെടുക്കാം. വിജയിക്ക് 1 ലക്ഷം രൂപയും റണ്ണറപ്പിന് 50,000 രൂപയുമാണ് സമ്മാനം. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ നവതി ആഘോഷങ്ങൾക്ക് തുടക്കം. വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം കൊച്ചി മെട്രോ റെയിൽ MD ലോക്നാഥ് ബെഹ്റ നിർവഹിച്ചു. നവതിയുടെ ഭാഗമായി ആഗോള നിലവാരത്തിലുള്ള രോഗനിർണയ ഗവേഷണ സംവിധാനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. IT സ്റ്റാഫിംഗും റിയൽ എസ്റ്റേറ്റ് മേഖലയിലും പ്രവർത്തിച്ചിരുന്ന പ്രസാദ് ഫിലിപ്പോസ് അമേരിക്കയിൽ അന്തരിച്ചു. 68 വയസ്സായിരുന്നു. പാലാരിവട്ടം വലിയ വീട്ടിൽ പരേതനായ PK ഫിലിപ്പോസിൻ്റെയും രാജമ്മ ഫിലിപ്പോസിൻ്റെയും മകനാണ്. സംസ്കാരം മെയ് 3 രാവിലെ 9 അലബാമയിലെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് അറ്റ്ലാന്റയിൽ നടക്കും. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ചവരെ അനുസ്മരിച്ച് വേൾഡ് മലയാളി കൗൺസിൽ ഇന്ത്യ റീജിയന്റെ ആഭിമുഖ്യത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം എയ്ഡഡ് സ്കൂളിൽ ഡ്രോയിംഗ് ടീച്ചർ വിഭാഗത്തിൽ ഒഴിവ്. കാഴ്ചാപരിമിതിയുള്ള ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിക്കും കേരള റിയൽ എസ്റ്റേറ്റ് അപ്പലേറ്റ് ട്രൈബ്യൂണലിലേക്കും അഭിഭാഷകരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പരിചയസമ്പന്നർക്ക് മുൻഗണന. കേരള നിയമസേവന അതോറിറ്റിക്ക് കീഴിലുള്ള ലോക് അദാലത്തിൽ അംഗത്തെ നിയമിക്കുന്നു. വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. കോഴിക്കോട് സർക്കാർ ലോ കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. ഇംഗ്ലീഷ്, നിയമം, മാനേജ്മെന്റ് വിഷയങ്ങളിലാണ് ഒഴിവ്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിലെ വിഴിഞ്ഞം സബ് ഡിവിഷനിലേക്ക് ഡ്രാഫ്റ്റ്മാൻ തസ്തികയിൽ ഒഴിവ്. ദിവസവേതന അടിസ്ഥാനത്തിൽ 3 മാസത്തേക്കാണ് നിയമനം. ദേശീയ വാർത്തകൾ. തമിഴ്നാടിന് സംശുദ്ധ ഭരണം വാഗ്ദാനം ചെയ്ത് TVK അധ്യക്ഷൻ വിജയ്. ഭരണത്തിൽ അഴിമതിക്കാർക്കും കളങ്കിതർക്കും ഇടമുണ്ടാകില്ല. TVK സാധാരണ പാർട്ടിയല്ല, വിമോചന സംഘമാണെന്നും വിജയ്. പഹൽഗാം ഭീകരാക്രമണത്തെ വിഭജനകാലവുമായി ബന്ധപ്പെടുത്തി മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മണിശങ്കർ അയ്യർ. ഇന്ത്യ പാക് വിഭജനകാലത്തെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഇപ്പോഴും രാജ്യത്തിന് വെല്ലുവിളിയെന്നും മണിശങ്കർ അയ്യർ. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ പ്രതിഷേധവുമായി കശ്മീരിലെ ആഡംബര കാർ ഉടമകൾ. ഭീകരവാദത്തിനെതിരെ ഒന്നിച്ചു പോരാടാനും ആഹ്വാനം. ഡൽഹി രോഹിണിയിൽ തീപിടുത്തം. പൊള്ളലേറ്റ് 2 കുട്ടികൾ മരിച്ചു. സെക്ടർ 17 തീപിടുത്തം ഉണ്ടായത്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ കാർ ഷോറൂമിൽ തീപിടുത്തം. 5 കാറുകൾ കത്തിനശിച്ചു. ആർക്കും പരുക്കില്ല. സംസ്ഥാനത്തെ ലഹരി മുക്തമാക്കണമെന്ന് ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് യുവാക്കൾ നേതൃത്വം നൽകണമെന്നും ആഹ്വാനം. ലഹരി വിരുദ്ധ ഹരിയാന എന്ന സന്ദേശമുയർത്തി നടത്തുന്ന സൈക്ലത്തോൺ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിന്റെ സാമ്പത്തിക തലസ്ഥാനമായും നോളജ് ഹബ്ബായും മാറുമെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. 2-3 വർഷത്തിനിടെ പ്രകടമായ മാറ്റം വിശാഖപട്ടണത്തുണ്ടാകുമെന്നും മുഖ്യമന്ത്രി. ഗുജറാത്ത് വഡോദരയിൽ ബംഗ്ലാദേശി പൗരന്മാരെന്ന് സംശയിക്കുന്ന 500-ലധികം പേർ പിടിയിൽ. നിയമവിരുദ്ധമായി താമസിക്കുന്ന ബംഗ്ലാദേശി പൗരന്മാരെ കണ്ടെത്താൻ പ്രത്യേക പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇവർ പിടിയിലാകുന്നത്. രേഖകൾ പരിശോധിച്ചു വരികയാണെന്ന് വഡോദര പോലീസ് കമ്മീഷണർ. രാജ്യാന്തര വാർത്തകൾ. യുക്രൈനിലെ ജനവാസ മേഖലകളിലെ ആക്രമണങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനെ വിമർശിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം നിർത്താൻ പുടിൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രംപ്. വിമർശനം യുക്രൈൻ പ്രസിഡന്റ് വൊലോദിമിർ സെലൻസ്കിയുമായി സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ. യുക്രൈനുമായി ചർച്ചകൾക്ക് തയ്യാറെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറെന്ന് US പ്രതി സ്റ്റീവ് വിറ്റ്കോഫിനെ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് FBI. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയെന്നും FBI ഡയറക്ടർ കാഷ് പട്ടേൽ. ഭീകരവാദമെന്ന തിന്മയിൽ നിന്ന് ലോകം നേരിടുന്ന ഭീഷണികളെ ഓർമ്മപ്പെടുത്തുന്നതാണ് പുതിയ സംഭവമെന്നും എക്സ്പോസ്റ്റ്. ജമ്മുകശ്മീരിലേക്കും പാകിസ്ഥാനിലേക്കുമുള്ള യാത്രാ നിയന്ത്രണം പ്രഖ്യാപിച്ച് കനേഡിയൻ സർക്കാർ.
പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് പുതുക്കിയ യാത്രാ നിർദ്ദേശം. ഗസയിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ആക്രമണത്തിൽ 40 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഗസയിലെ വെടിനിർത്തലും ബന്ദി കൈമാറ്റവും ഗസയുടെ പുനർനിർമ്മാണവും സംബന്ധിച്ച് പുതിയ പദ്ധതി മുന്നോട്ട് വെച്ച് ഹമാസ്. വ്യാപാര യുദ്ധത്തിൽ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് ആവർത്തിച്ച് ചൈന. പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ട അമേരിക്ക ആദ്യം തെറ്റിദ്ധരുത്തട്ടെ എന്ന് ചൈനയുടെ പ്രതികരണം. ഇറാനിലെ ബന്ദർ അബ്ബാസിലെ ഷഹീദ് റജയ് തുറമുഖത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച ഇറാൻ. മരണസംഖ്യ ഉയരുന്നു, നിരവധി പേർക്ക് പരിക്ക്. 1 കിലോമീറ്റർ ചുറ്റളവിൽ കനത്ത നാശനഷ്ടം. ഉഗാണ്ടയിൽ എബോള വ്യാപനം നിയന്ത്രണ വിധേയമായതായി റിപ്പോർട്ട്. തലസ്ഥാനമായ കമ്പാല എബോളയിൽ നിന്ന് പൂർണ്ണമായി മുക്തമായി. രാജ്യത്ത് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ജനുവരി 30-ന്. 5000 ടണ്ണുള്ള പടക്കപ്പൽ പുറത്തിറക്കി ഉത്തര കൊറിയ. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നാണ് അത്യാധുനിക കപ്പൽ പുറത്തിറക്കിയത്. നിർമ്മാണം പൂർത്തിയാക്കിയത് 400ഓളം ദിവസങ്ങളെടുത്ത്. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. തുടർച്ചയായ 3-ാം ദിവസവും സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുന്നു. പവന് 72,040 രൂപയും ഗ്രാമിന് 9,005 രൂപയുമാണ് വില. ഒരു പവൻ ആഭരണ രൂപത്തിൽ ലഭിക്കാൻ 77,000 രൂപയോളം നൽകേണ്ടി വരും. ഇന്തോ പാക് വ്യാപാരം നിർത്തിവെച്ചത് പാകിസ്ഥാന് തിരിച്ചടിയാകുന്നു. ഔഷധക്ഷാമം ഒഴിവാക്കാനും അവശ്യ മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനും നീക്കം. ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഔഷധ ലഭ്യത ഉറപ്പാക്കാൻ പാക് ആരോഗ്യ ഏജൻസി. ജപ്പാനിലെ ഇ കൊമേഴ്സ് മേഖലയിലേക്ക് രംഗപ്രവേശനം നടത്താൻ ടിക്ടോക്ക്. ഈ വർഷം ജൂണിൽ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോം ടിക്ടോക്ക് ഷോപ്പ് ലോഞ്ച് ചെയ്യും. പ്രാദേശിക വ്യാപാരികളിൽ നിന്ന് പങ്കാളിത്തം ക്ഷണിച്ചു. മികച്ച വളർച്ച രേഖപ്പെടുത്തി ഇന്ത്യൻ വ്യോമയാന മേഖല. മാർച്ചിൽ ഇന്ത്യയിൽ നിന്ന് വിമാനയാത്ര ചെയ്ത് 1.45 കോടി പേരെന്ന് DGCA. രാജ്യത്ത് ഏജന്റിക് AI വിദഗ്ധരുടെ ക്ഷാമം വെല്ലുവിളിയാകുന്നുവെന്ന് റിപ്പോർട്ട്. 2026ഓടെ 2 ലക്ഷം പ്രൊഫഷണലുകളെ ആവശ്യമെന്ന് വിലയിരുത്തൽ. അവശ്യ സാധനങ്ങളെ ഇറക്കുമതി ചുങ്കത്തിൽ നിന്നൊഴിവാക്കി ചൈന. ലഭ്യതയിലുണ്ടായ കുറവ് പരിഹരിക്കാനാണ് അമേരിക്കയിൽ നിന്നുള്ള അവശ്യ സാധനങ്ങളെ ഒഴിവാക്കിയത്. താരിഫിൽ ഇളവ് നൽകിയത് സെമി കണ്ടക്ടറുകളും ഏവിയേഷൻ പാർട്സുകളും ഉൾപ്പെടെയുള്ള വസ്തുക്കളെ. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് 9 വിക്കറ്റിന് തകർപ്പൻ ജയം. ലങ്കൻ വനിതകളെ 147 റൺസിന് എറിഞ്ഞിട്ട ഇന്ത്യ വിജയലക്ഷ്യം 29.4 ഓവറിൽ മറികടന്നു. മുംബൈ സിറ്റിയും ജംഷഡ്പൂരും സൂപ്പർ കപ്പ് ഫുട്ബോളിന്റെ സെമിയിൽ. മുംബൈ സിറ്റി എതിരില്ലാത്ത 1 ഗോളിന് ഇന്റർ കാശിയെ തോൽപ്പിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ നടക്കുന്ന സെൻട്രൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പിന്മാറി ടീം ഇന്ത്യ. ഈ മാസം 28 മുതൽ ഇസ്ലാമാബാദിലാണ് ടൂർണമെന്റ്. മേജർ ലീഗ് സോക്കറിൽ ജയം തുടരാൻ ഇന്റർ മയാമി കളത്തിലേക്ക്. FC ഡാലസിനെതിരായ മത്സരം ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30-ക്ക്. നോക്കാമിനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. എവർ സ്റ്റാർ ഇന്ത്യൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന എൽ ജഗദമ്മ 7ാം ക്ലാസ് B സ്റ്റേറ്റ് ഫസ്റ്റ് എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസായി. മെയ് 2-ന് ചിത്രം തിയേറ്ററുകളിൽ എത്തും. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ ജോർജ്, ലാലു അലക്സ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന അപൂർവ പുത്രന്മാർ എന്ന ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ പുറത്ത്. പക്കാ ഫാമിലി കോമഡി ചിത്രത്തിൽ സസ്പെൻസും ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് അണിയറ പ്രവർത്തകർ. വിജയ് സേതുപതിയെ നായകനാക്കി അറുമുഖകുമാർ സംവിധാനം ചെയ്ത എയ്സ് എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്ത്. 2025 മെയ് 23-ന് ചിത്രം ആഗോള റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. ശ്രീനാഥ് ഭാസി, ലാൽ, വാണി വിശ്വനാഥ് എന്നിവരെ മുഖ്യ കഥാപാത്രങ്ങളാക്കി ജോ ജോർജ് സംവിധാനം ചെയ്യുന്ന ആസാദിയുടെ ട്രെയിലർ റിലീസായി. ഒരാശുപത്രിയുടെ പശ്ചാത്തലത്തിൽ പ്രതികാരത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറയുന്നതാണ് ചിത്രം. നവാഗതനായ സജേഷ് ചന്ദ്രന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ദൂത് എന്ന ആൽബം ശ്രദ്ധേയമാകുന്നു. BK ഹരിനാരായണന്റെ വരികൾക്ക് മുഹമ്മദ് മുസ്തഫയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. റിമംബറിംഗ് സ്നോഫോളിംഗ് ഡേയ്സ് എന്ന പേരിൽ നിശബ്ദ ചിത്രമൊരുക്കി യുവാക്കൾ. നിശബ്ദ ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് SB എക്സ്പെരിമെന്റ്സും ASP പ്രൊഡക്ഷൻസും ചേർന്നാണ്. നോക്കാമിനി ഫാക്ട് ചെക്ക്. ഇന്ത്യൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണത്തിനായി സർക്കാർ ഒരു ബാങ്ക് അക്കൗണ്ട് തുറന്നിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന വാട്സാപ്പ് സന്ദേശം പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് വ്യാജമാണ്. സന്ദേശത്തിലുള്ള ബാങ്ക് അക്കൗണ്ട് വീരമൃത്യു വരിച്ചതോ പരിക്കേറ്റതോ ആയ സൈനികരുടെ കുടുംബങ്ങൾക്ക് ഉടനടി സാമ്പത്തിക സഹായം നൽകുന്നതിനായി ഉള്ളതാണ്. നാളെ അറിയാം. എറണാകുളം അങ്കമാലി പുറയാർ റെയിൽവേ ഗേറ്റ് നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ അടച്ചിടും. വാഹനങ്ങൾ നെടുവന്നൂർ റെയിൽവേ ഗേറ്റ് വഴി പോകണം. എറണാകുളം വാളിയപ്പാടം
വെട്ടിമൂട് റോഡിൽ വാളിയപ്പാടം കവല മുതൽ വെട്ടിമൂട് വരെ നാളെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടും. നിയന്ത്രണം ടാറിംഗ് നടക്കുന്നതിനാൽ. തൃശൂർ ജില്ലാ യോഗ അസോസിയേഷൻ സ്ത്രീകൾക്ക് മാത്രമായി ക്ലാസ് നടത്തുന്നു. ക്ലാസുകൾ നാളെ ആരംഭിക്കും. തൃശൂർ കുറ്റൂർ ചാമക്കാട് റോഡിൽ നാളെ മുതൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടും. കലുങ്ക് ഭിത്തി നിർമ്മാണം നടക്കുന്നതിനാലാണ് നിയന്ത്രണം. വാഹനങ്ങൾ കുട്ടേക്കാട് മുണ്ടൂർ വഴി പോകണം. കോഴിക്കോട് നാദാപുരം റെയിൽവേ അടിപ്പാത ഉദ്ഘാടനം നാളെ വൈകിട്ട് 5-ന് വാഗ്ഭടാനന്ദ പാർക്കിൽ നടക്കും. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഡൽഹി ക്യാപിറ്റൽസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. വിരാട് കോഹ്ലിക്കും കൃണാൽ പാണ്ഡ്യയ്ക്കും അർദ്ധ സെഞ്ചുറി. തായ്വാൻ അതിർത്തിയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. 14 നേവി കപ്പലുകളും 2 വിമാനങ്ങളും രാജ്യാതിർത്തിയിൽ കണ്ടതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. കാനഡയിൽ സ്ട്രീറ്റ് ഫെസ്റ്റിവലിലേക്ക് കാർ ഇടിച്ചു കയറ്റിയ അപകടം. 9 മരണം, 20-ലധികം പേർക്ക് പരിക്ക്. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.